ഞാൻ പറയുന്നത് കേട്ട് ആരെങ്കിലും ചിരിച്ചു മരിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അത്രമാത്രം ചിരിക്കേണ്ട സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ തമ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ തമ്പ് ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനത്തെ സംസാരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടാൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നിപ്പോകും. കാരണം പാകിസ്ഥാൻ ഇനി കൂടുതൽ കളിച്ചാൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്ന നമ്മുടെ കരസേന മേധാവി പറഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അല്ലെ. അത് കേട്ട് വിരണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ മുഴുവൻ. കാരണം അവിടെ നിന്ന് വേറെ ആരുടെയും പ്രസ്താവനകളോ പ്രഖ്യാപനങ്ങളോ വന്നതായിട്ട്, ഭീഷണികൾ വന്നതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോ പേടിച്ച് ഓടി തള്ളുന്ന ഇന്ത്യൻ സൈന്യത്തെ കാണുമ്പോൾ തന്നെ ഇവിടെ നിന്ന് 1000 കിലോമീറ്റർ മൈൽ അകലെ ഓടി ഒളിക്കുന്ന പാക് ടീം പറയുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം, അതായത് കൂടുതൽ നീയൊക്കെ കളിച്ചാൽ ഞങ്ങൾ ഒരു യുദ്ധമുണ്ടാക്കും, അത് വിനാശകരമാകും എന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭീഷണി. അതായത് നിങ്ങൾ ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ പറഞ്ഞ് പാകിസ്ഥാനെ തീർക്കുമെന്നാണ് എങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. ആ അടിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ഇതാണ് പാക് സൈന്യത്തിന്റെ ഭീഷണി. ഏത് ശത്രു പ്രദേശത്തും പോരാടാൻ പാകിസ്ഥാന് കഴിവുണ്ട്. ഇതാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെയും കരസേന വ്യോമസേന മേധാവികളുടെയും മൂർച്ചയുള്ളതും പ്രകോപനപരമായ പ്രസ്താവനകളുടെ വെളിച്ചത്തിൽ ഭാവിയിലെ ഏത് സംഘർഷവും വിനാശകരമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. പുതിയൊരു റൗണ്ട് യുദ്ധം ആരംഭിച്ചാൽ പാകിസ്ഥാൻ പിന്നോട്ട് പോകില്ല. മടിയും സംയമനവും ഇല്ലാതെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പുതിയ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതാ യുദ്ധത്തിനൊരുങ്ങുന്നവർ മനസ്സിലാക്കണം. അതെന്താണ്? പിച്ചതണ്ടലൊക്കെ നിർത്തിയോ? ഇപ്പൊ പുതിയ ഐഡിയയുമായിട്ട് ഇറങ്ങുകയാണോ? തെണ്ടാനുള്ള പുതിയ ഐഡിയ നോക്കട്ടെ എന്താണെന്ന്. അത് വേഗതയേറിയതും നിർണായകവും വിനാശകരവുമായിരിക്കും. അനാവശ്യമായ ഭീഷണികളെയും അശ്രദ്ധമായ ആക്രമണങ്ങളെയും നേരിടുന്നതിനാൽ പാകിസ്ഥാനിലെ ജനങ്ങൾക്കും സായുധ സേനയ്ക്കുമെല്ലാം ശത്രു പ്രദേശങ്ങളിലെ പോരാടാനുള്ള കഴിവ് നിശ്ചയദാർഢ്യമുണ്ട്. എന്ന് മുതലാണപ്പാ ഇത്തവണ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ധാരണയെ നമ്മൾ തകർക്കുകയും ഇന്ത്യൻ പ്രദേശത്തിന്റെ ഏറ്റവും വിദൂര കോണുകളിൽ എത്തുകയും ചെയ്യും. പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന കാര്യത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഇരുവശത്തും അതിന്റെ പ്രത്യാഘാതങ്ങളോ ഇത് മറ്റ് പ്രത്യാഘാതം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ത്യ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ലോക ഭൂപടത്തിൽ സ്ഥാനം നിലനിർത്തണമെങ്കിൽ പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയുടെ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഡൽഹി കാണിച്ച സമീപനം ഭാവിയിലെ ഒരു യുദ്ധത്തിലും ആവർത്തിക്കില്ലെന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ ഇന്ത്യ ഏത് അതിർത്തിയും കടക്കുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. അല്ല പാക്കികളെ, നിങ്ങളുടെ കിരാന ഹിൽസിന്റെ സൈഡിലെ നമ്മുടെ കുറച്ച് ബ്രഹ്മോസ് മിസൈൽ പതിച്ചായിരുന്നു. ആ ഭാഗമൊക്കെ നിങ്ങൾ വൃത്തിയാക്കിയോ? അതിനുശേഷം നൂർഖാൻ എയർബേസെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു. റൺവേ അടക്കം ഇന്ത്യൻ സൈന്യം വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ടാക്കി തുടച്ചു നീക്കിയിരുന്നു. അതിന്റെ പണി എന്തായി? പിന്നെ ആ 9 ഭീകര താവളങ്ങളെ അത് പുനർനിർമ്മിക്കാനായി നിങ്ങളുടെ രാജ്യം മുഴുവൻ തെണ്ടിക്കൊണ്ട് നടക്കണമെന്ന് അറിഞ്ഞല്ലോ. ഈ ഇടയ്ക്ക് പല രാജ്യങ്ങളുടെ മുമ്പ് ചെന്ന് ഷഹബാസ് ഷെരീഫൊക്കെ കൈനീട്ടി നിൽക്കുന്നത് കണ്ടായിരുന്നു. നിങ്ങളുടെ പ്രധാനമന്ത്രിയല്ലേ ഷാൻഹായ് ഉച്ചകോടി പോയപ്പോഴത്തേക്ക് ഒരു സൈഡില് ഈ പിച്ച വാങ്ങാൻ ആളുകൾ വരുന്നത് പോലെ വന്ന് നിൽക്കുന്നത്? ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ്. ഇന്ത്യ എന്നെങ്കിലും നിങ്ങളുടെ രാജ്യത്ത് കയറി നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴല്ലാതെ നിങ്ങളെ കയറി തിരിച്ചടിച്ചിട്ടുണ്ടോ? ഉറി, ബലാക്കോട്ട്, പഹൽഗാം, പുൽവാമ, കാർഗിൽ. നിങ്ങളെ ഈ ഈ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നമ്മൾ പറയുന്ന മലയാളം ഒന്നും മനസ്സിലാവും. അവിടെ കേരളത്തിലുള്ളവരുണ്ടോ എനിക്കറിയില്ല, കാണുമായിരിക്കും, എല്ലായിടത്തും മലയാളികൾ കാണുമല്ലോ. അതുപോലെ പാകിസ്ഥാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ വിഭജന സമയത്തൊക്കെ പോയവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. അതായത് ഈ 2013 വരെയുള്ള ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇന്ത്യ ഒരുപാട് മാറി. നമ്മൾ റഫേല്, ബ്രഹ്മോസ്, ആകാശ് മിസൈല്, സുഖോയി, അങ്ങനെ നമ്മുടെ കയ്യിലില്ലാത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളൊന്നും ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. പല രാജ്യങ്ങളുമായി ഡിഫൻസ് കരാർ ഉണ്ടാക്കുന്നു. പല രാജ്യങ്ങളുടെയും പ്രതിരോധ, ഇപ്പൊ നമ്മുടെ ബ്രഹ്മോസ് തന്നെ 18ഓളം രാജ്യങ്ങളാണ്
ഇത് വാങ്ങാനായി കരാറിൽ ഒപ്പിട്ടിരിക്കും. ഇതൊന്നും വേണ്ട. ഇന്ത്യയിലെ 148 കോടി ജനങ്ങളുണ്ട്. 148 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഈ 148 പോട്ടെ, ഒരു 8 കോടി പാകിസ്ഥാൻ സ്നേഹികളെന്ന് വയ്ക്കാം. 140 കോടി ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഒന്ന് യൂറിൻ പാസ് ചെയ്താൽ മതി, പാകിസ്ഥാൻ ഒലിച്ചു പോകാൻ. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ മതി. ഇന്ത്യയിലെ പാകിസ്ഥാൻ സ്നേഹികളല്ലാത്ത ജനങ്ങൾ മുഴുവൻ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ മതി. നിന്റെയൊക്കെ പൊടിയും കാണൂല, പരിപ്പും കാണൂല. ഇതെല്ലാം കൂടെ ചവിട്ടിക്കൂട്ടി ഞങ്ങൾ എടുത്തെറിയുക. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ അല്ല, നിന്റെയൊക്കെ ഭീകര ക്യാമ്പുകളും സൈനിക താവളങ്ങളും പിന്നെ ഭീകരരെ വളർത്തുന്ന മദ്രസകളും ഭീകരരുടെ ആയുധങ്ങൾ ഒളിപ്പിക്കുന്ന മദ്രസകളും പിന്നെ എല്ലാ സാധനങ്ങളും ചവിട്ടി ഓടിച്ച് വിടയിൽ കളയാൻ ഇന്ത്യക്കാർക്ക് അധിക സമയമൊന്നും വേണ്ട. ഞങ്ങൾക്ക് നല്ല ചങ്കുറപ്പുള്ള നട്ടലുള്ള സൈന്യമുണ്ട്. ഒരു ഭയവുമില്ലാതെ മുന്നിൽ നിവർന്നു നിന്ന് ധൈര്യമായി അടിച്ചോ ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു പ്രതിരോധ മന്ത്രിയുണ്ട്, ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, ഒരു പ്രധാനമന്ത്രിയുണ്ട്. പിന്നെ രാജ്യസ്നേഹികളായ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. പോരെ? അത് പോരെ മച്ചാനെ? അത് പോരെ? ഞങ്ങളോടാണോ നിന്റെയൊക്കെ ഈ ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്തല്? ഞങ്ങളുടെ ഒരു 5 ബ്രഹ്മോസ് മിസൈല് ഞങ്ങൾ വെറുതെ വിട്ട് കളിച്ചാൽ മതിയല്ലോ നിന്റെയൊക്കെ അടപ്പ് കൂട്ടാൻ. ഇന്ത്യയെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാലും ഇന്ത്യ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിന്റെയൊക്കെ അടുത്ത് സംസാരിച്ചും അടിയുണ്ടാക്കിയും ബഹളം ഉണ്ടാക്കിയും തീർക്കാൻ ഇന്ത്യക്ക് സമയമില്ല. നിനക്കൊക്കെ രാവിലെ എണീക്കുക, ഭീകരർക്ക് ആഹാരം കൊടുക്കുക, ഭീകരവാദത്തിന്റെ പരിശീലിപ്പിക്കുക, അതിനുശേഷം ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് ചെന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, പിന്നീട് വല്ലതുമൊക്കെ വലിച്ച് കടിച്ചു പൊഴിച്ച് തിന്നുക, പിന്നെ കിടന്നുറങ്ങുക, പിന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ ഏതെങ്കിലും രാജ്യത്ത് പോയി തെണ്ടി പണം വാങ്ങുക, IMF-ൽ നിന്നൊക്കെ പണം വാങ്ങിച്ച് ഭീകരർ വളരെ രാജ്യം മുഴുവൻ പട്ടിണിയിലാണ്. സാമ്പത്തികമായി കുഴിക്കാത്താണ് പാകിസ്ഥാൻ. സാമ്പത്തിക അടിത്തറ ഇല്ലാതെ, സാമ്പത്തിക ഭദ്രതയില്ലാതെ അങ്ങ് കുഴിക്കാത്താണ്. എങ്കിലും അവന്റെയൊക്കെ മനസ്സിലിരിപ്പ് കണ്ട് എങ്ങനെ ഇന്ത്യയെ തകർക്കണം. തുർക്കിക്ക് കിട്ടിയ പണി കണ്ടില്ലേ? കണ്ടായിരുന്നോ തുർക്കിക്ക് കിട്ടിയ പണി? ഗ്രീസും സപ്രസും അർമേനിയും ഒക്കെ ഇപ്പോ നമ്മുടെ ഇതിലേക്ക് വന്നു. നമ്മളവിടെ നാവിക അഭ്യാസം നടത്തുന്നു. INS ത്രികാൾ മെഡിറ്ററേനിയൻ കടലിൽ ഇങ്ങനെ നാവിക അഭ്യാസം നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളുമായൊക്കെ നമ്മൾ വലിയ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. നാവിക, കര, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായൊക്കെ ആയുധങ്ങൾ കൈമാറുന്നതും ആയുധങ്ങൾ വാങ്ങുന്നതും ഒക്കെ ബന്ധപ്പെട്ട് എന്തിനേറെ പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ 1.0 നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളൂ. ബാക്കി പടിപ്പടിയായിട്ട് കിടക്കയല്ലേ. നിനക്കൊക്കെ ചെയ്യാനുള്ള ചെയ്തോ. പിന്നെ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ നട്ടല് വളക്കില്ലെന്ന് കോൺഗ്രസ് സർക്കാരല്ല, ഇത് BJP സർക്കാർ. പോട്ടെ, BJP വേണ്ട, RSS വന്ന ആളുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്ക് രാജ്യസ്നേഹം എന്നൊരു സാധനമുണ്ട്. രാജ്യസ്നേഹം. അവരോടൊപ്പം രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുമുണ്ട്. അപ്പോ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇനിയും പല കാര്യങ്ങളും ഞങ്ങളിൽ ആകാശ് മിസൈലുണ്ട്, ബ്രഹ്മോസ് ഉണ്ട്. ഇതിപ്പോ നമ്മുടെ സ്വന്തം പോലെയാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ഇന്ത്യക്കാരുടേതാണ്. ഇതൊക്കെ എടുത്ത് ഞങ്ങളൊന്ന് പയറ്റിയ തീരാവുന്നതല്ലേ പൊട്ടന്മാരെ നിങ്ങളുള്ളൂ. എന്തിനാണ് ഈ ആളാവല്? മനസ്സിലാവുന്നില്ല. എന്തിനായി കിടന്ന് തിളയ്ക്കുന്നത്? എന്തായാലും ഈ ചെമ്മീൻ ചാടിയ ചട്ടിയോളം പിന്നെ ചാടിയ ചട്ടിയിലെന്ന് പറയുന്ന പോലെ അല്ലെ, ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയിലെന്ന് പറയുന്നത് പോലെ നീയൊക്കെ എത്രയൊക്കെ ചാടിയാലും നിന്റെയൊക്കെ ഭീകരത തീരുന്നത് ഇന്ത്യയുടെ കൈകൊണ്ടായിരിക്കും. പിന്നെ എന്തിനാണ് ഈ ആളാവുന്നത്? നീയൊക്കെ ഭൂപടത്തിൽ കാണൂല എന്ന് ഇന്ത്യ തീരുമാനിച്ചത് തന്നെയാണ്.